Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ആനി ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു ഹെൽത്തി ഡിഷാന്ന് വെച്ചാൽ ആണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലെന്ന് ചോദിച്ചാൽ അല്ല. കാര്യം എന്നാണെന്നറിയാവോ, ഇച്ചിരി ഫ്രൈഡാ, അതുകൊണ്ട് എന്നാ പറയും ഹെൽത്ത് പോയില്ലേ. എന്നാൽ ഹെൽത്ത് ആണോ എന്ന് ചോദിച്ചാൽ ആന്നു. എന്നാന്ന് വെച്ചാൽ മുട്ട വെച്ചുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്, അതും ഒരു സ്റ്റാർട്ടറാണ്. ഈ സ്റ്റാർട്ടർ ഇപ്പോൾ ഈ ഇടയിലായിട്ട് ഇച്ചിരി കൂടുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ തന്നെ എന്നെ വഴക്ക് പറയുക. എന്നാന്നറിയാവോ, പിള്ളേർക്ക് അതല്ലേ ഇഷ്ടം. അപ്പോൾ പിള്ളേരുടെ ഇഷ്ടമല്ലേ നമ്മൾ നോക്കണ്ടേ. പിള്ളേർക്ക് ഇഷ്ടമാകുന്നതിൽ അച്ഛന്മാരും കഴിച്ചോളും, അപ്പൂപ്പന്മാർ കഴിച്ചോളും, അമ്മൂമ്മമാർ കഴിച്ചോളും. ഒരു കോംപ്രമൈസിനും ആരും തയ്യാറല്ലാത്ത സ്ഥിതിക്ക് കുഞ്ഞുങ്ങളുടെ പേര് പറയുവാന്നേൽ എല്ലാവരും അവന് ഇഷ്ടമായതുകൊണ്ടാക്കുന്ന പിന്നെ കുഴപ്പമില്ല, നമുക്കൂടെ കഴിച്ചേക്കാം, അല്ലെ മോക്ക് ഇഷ്ടമായതുകൊണ്ട് നമുക്കൂടെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് എന്നതേലൊക്കെ എക്സ്ക്യൂസസ് കാണും. കാരണം എന്താണെന്നോ, അപ്പൂപ്പൻ അമ്മൂമ്മ അമ്മച്ചിമാർക്കൊക്കെ കൊച്ചുമക്കളോട് ഒരു ഇച്ചിരി സ്നേഹം കൂടുതലാണ്. മക്കളെക്കാട്ടിലും സ്നേഹം കൊച്ചുമക്കളോടായിരിക്കും. നമ്മൾ തല്ലുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് അവർക്ക്. എന്നത്തിനാ കൊച്ചിനെ തല്ലിയെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ എല്ലാവർക്കും പൊതുവേ എല്ലാ ജനറേഷനിലുള്ള ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ കുഞ്ഞു പിള്ളേരോടൊരു ഇഷ്ടം കൂടുതലാണ്. അവരെന്നതേലും ഒരു തെറ്റ് കാണിച്ചാലും പോട്ടെ എന്ന് പറയും. പക്ഷെ എപ്പോഴും പോട്ടെ പോട്ടെ പറയരുത്. കാരണം ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെ നല്ല കുഞ്ഞായിട്ട് നല്ലൊരു വ്യക്തിയായിട്ട് വേണം നമുക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും വളർത്താനായിട്ട്. അതിൻ്റെ കൂടെ നമ്മുടെ സ്നേഹം കൂടുമ്പോഴാണ് നമ്മൾ മോനെ ഇത് കഴിക്കുമോ അത് കഴിക്കുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ തന്നെ ചീത്ത സ്വഭാവം ഉണ്ടാക്കി വെച്ചേച്ച് കുറ്റങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യവുമില്ല. അതുകൊണ്ടും സ്നേഹക്കൂടുതൽ കൊണ്ടും ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എഗ് 65 ആണ്. ചിക്കൻ 65 കേട്ടിട്ടുണ്ട് അല്ലേ, പക്ഷേ എഗ് 65 ഒത്തിരി റെയർ അല്ലേ കേൾക്കുന്നത്. എന്നാ ഇത് ചിക്കൻ 65 ചെയ്യാമെങ്കിൽ പിന്നാന്നോ എഗ് 65 ചെയ്യാൻ മേലാത്ത. എല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചും ഒക്കെ എല്ലാം ചെയ്യാവുന്നതേ ഉള്ളന്നേ. ഇനിയിപ്പോൾ ഇത് പനീറിൽ ചെയ്യണോ ചെയ്യാം, മീനെ ചെയ്യണോ ചെയ്യാം. പക്ഷേ ഈ മീനയിലൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ മറ്റേ കുഞ്ഞി കഷ്ണം വെച്ച് കുഞ്ഞി മീനുകളൊന്നും വെച്ച് ചെയ്യാൻ ഒക്കത്തില്ല. മുള്ള് തൽക്കാലം 65 ഉണ്ടാക്കുമ്പോഴത്തേന് വേണ്ട. പക്ഷേ എന്നാൽ ചിക്കനകത്ത് എല്ലില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അതിനും ഉത്തരവുണ്ടല്ലോ. ഞാൻ പറയുന്നത് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന എഗ് 65 ഈ പറഞ്ഞ പോലെ അതിന് കറക്റ്റ് ആ ഭാഷ തന്നെ കൊടുക്കുകയൊന്നുമില്ല. ഒരു ബോളായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചേച്ച് നമുക്ക് എഗ് 65 ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നല്ലേ സാധാരണ എല്ലാവരും വിചാരിച്ചേക്കുന്നത്. എന്നാ മുട്ട പുഴുങ്ങിയേച്ച് അതിനെ സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചെടുത്തൊക്കെ ഉണ്ടാക്കുക എന്നല്ലേ വിചാരിച്ചേക്കുന്നത്. അല്ല, ഇത് ക്വൈറ്റ് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. എന്നാ പറയുന്നത്, മീറ്റ് ബോൾസ് ഒക്കെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ കൂട്ടാന്നേ. അത് കണ്ടാലല്ലേ അറിയുള്ളൂ സാധനങ്ങളെല്ലാം അറിയണ്ടേ. എന്നാൽ പിന്നെ നോക്കൂ, ഇതൊരു 4 മുട്ട പുഴുങ്ങി വെച്ചേച്ച് അതിൻ്റെ ഉണ്ണി മാറ്റിയിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കുക. പിന്നെ വേണ്ടത് ഇച്ചിരി ഉപ്പ്, കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇച്ചിരി കോൺഫ്ലവർ, ബ്രെഡ് ക്രംസ്, ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, പിന്നെ വേണ്ടത് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ ഒരു മുട്ട, ഇച്ചിരി എണ്ണ, വെജിറ്റബിൾ ഓയിലാണ് വേണ്ടത്, ഇച്ചിരി പച്ചമുളക്. ഇതൊന്നും ഈ പറഞ്ഞ പോലെ ആ 65-നകത്തോട്ട് പിടിക്കുകയില്ല, ഇതാ ചുമ്മാ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചേക്കുന്ന. പിന്നെ കുറച്ച് സോയാ സോസ്, പിന്നെ കുറച്ച് റെഡ് ചില്ലി സോസ്, കുറച്ച് വിനീഗർ. ഇത്രയും സാധനമാണ് വേണ്ടിയ. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ, എളുപ്പമാണ്, എണ്ണ ചൂടാക്കാൻ വയ്ക്കണം. ആദ്യം നമ്മൾ ഈ പണി ചെയ്ത് വെച്ചില്ലേലുണ്ടല്ലോ പിന്നെ ആണെങ്കിൽ ഒത്തിരി നേരം എടുക്കും ആ എണ്ണ ഒന്ന് ചൂടായി വരാൻ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ഫസ്റ്റ് ഒരു ബൗൾ എടുക്കുക. ഈ ആദ്യത്തെ സെക്ഷൻ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ, സോസ് അല്ലാത്തത് അതെല്ലാം ചേർക്കണം. അതായത് ഒന്നുകൂടെ പറയാം, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി എരിവ് അനുസരിച്ച്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് കോൺഫ്ലവർ, ബ്രെഡ് ക്രംസ് കുറച്ച് മതിയെല്ലാം. ഇതിനകത്തോട്ട് ഇതെല്ലാം ടീസ്പൂൺ കണക്കാണ് ഞാൻ ഇടുന്നത്, 2 ടീസ്പൂൺ മതിയാവും. ഇതിനകത്തോട്ട് ഈ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചിടണം.
കൂടെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. ഇതെല്ലാം ചേർത്ത് വെച്ചതിന് ശേഷം നമ്മൾ ആ പുഴുങ്ങിയ മുട്ടയില്ലേ ഇതൊന്ന് കുഴയ്ക്കണം. കുഴച്ചതിന് ശേഷം മുട്ട ചേർത്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം പോലെ ആവുമേ. അഥവാ ഇച്ചിരി വെള്ളം പോലെ ആവുകയാണെങ്കിൽ എന്നാ എടുക്കണമെന്നോ ഈ ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ കോൺഫ്ലവറോ ഇച്ചിരി ഇട്ടേച്ചാൽ മതി. ഇനി ഇതിനകത്തോട്ട് എല്ലാം കുഴച്ചതിന് ശേഷം ഒരു ഇച്ചിരി ഉപ്പ്. ഇത് ശരിക്കും നമുക്കൊരു ബോൾ പോലെ ഉരുട്ടി ഇതിനകത്തോട്ട് ഇടാനുള്ള, അതുകൊണ്ട് ഇച്ചിരി ബ്രെഡ് ക്രംസും കൂടി ഇടുവാണ്. ഇത് കുഞ്ഞു കുഞ്ഞ് ആയിട്ട് ഇതിനകത്തോട്ട് ഇടുക. ശരിക്കും നല്ല ബ്രൗൺ കളർ ആവുന്നിടം വരെ ഇത് നല്ലതായിട്ടൊന്ന് മുരിയട്ടെ. ദൂരോട്ട് നീങ്ങി നിന്നൊക്കെ മുരിച്ചെടുത്തേച്ചാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് പിന്നെ അധികം നേരം ഒന്നും എടുക്കുകയില്ല. ഒരു ഇച്ചിരി നേരം മതി അത് മുരിയാനായിട്ട്. ഇച്ചിരി അതൊന്ന് മുരിഞ്ഞാലേ ആ ക്രിസ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ മാത്രമല്ല ഒരുപാട് കരിഞ്ഞു പോരുത്, ചെറിയ തീയലിട്ടേച്ചാൽ മതി. അന്നേരം ഒരു ഇച്ചിരി ബ്രൗൺ ആവുകയല്ലേ, ആ സമയത്തേക്ക് അങ്ങ് എടുക്കാവേ. സാധാരണ 65 ഇച്ചിരി ക്രിസ്പി ആയിട്ടിരിക്കണം, തണുത്തു പോയാൽ കൊള്ളുകയല്ല. ഇനിയിപ്പോൾ ഈ 65 അല്ല, ഏതൊരു ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ചൂടോടെ കൊടുക്കുമ്പോഴും അതിനൊരു ടേസ്റ്റ്. പക്ഷേ എന്നാ ചെയ്യാനാ അല്ലേ, നമ്മളിവിടെ വർത്താനമൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് അങ്ങ് നേരം പോവും. നേരം പോയി കഴിയുമ്പോഴത്തേക്ക് അങ്ങ് ആഹാരം തണുക്കുകയും ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ നല്ല എന്താ പറയുക സന്തോഷത്തോടെയും ഭയങ്കര ആത്മാർത്ഥതയോടുകൂടി നിറമനസ്സോടുകൂടിയല്ലേ നമ്മളത് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ ആരും നമ്മളെ കുറ്റം പറയുകയില്ല. എന്നാൽ ചിക്കൻ 65 ഒക്കെ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത് വെച്ചാൽ നമ്മൾ ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കറക്റ്റായിട്ടും ആ രീതിയിൽ തന്നെ പോകണം. അതായത് നമ്മൾ ആദ്യം ചിക്കൻ വേവിച്ചതിന് ശേഷം വറുത്തെടുത്ത് പിന്നെ രണ്ടാമത് മസാല അതെല്ലാം ചേർത്തതിന് ശേഷം വേണം നമ്മൾ അത് 65 ചെയ്യാനായിട്ട്. എഗ്ഗ് പിന്നെ ഈ പറഞ്ഞ പോലെ ഒന്നും ഇല്ല അതിനകത്തായിട്ട് പിടിക്കാനായിട്ട്. പിന്നെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള ഒരു ഡിഫറെൻറ്റ് ഡിഷ് അത്രേ ഉള്ളൂ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എണ്ണ കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റണം. മാറ്റി വെച്ച് ഇച്ചിരി എന്നാ പറയുക ഇതൊക്കെ ഒന്ന് വഴറ്റാനായിട്ട് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഇച്ചിരി എണ്ണ വെച്ചാൽ മതി. ബാക്കി സെയിം ചീനച്ചട്ടി മതി, വേറെ ഒന്നും ചെയ്യരുത്. ഇതിനകത്ത് തന്നെ ഈ എണ്ണ തന്നെ മതിയാവും, വേറെ എണ്ണയും മാറ്റരുത്. ഇനി ഇതിനകത്ത് ഒരു ഇച്ചിരി എണ്ണയുള്ളൂ. ഇതിനകത്തോട്ട് എന്നാ ചെയ്യേണ്ടത്, ഫസ്റ്റ് കുറച്ച് പച്ചമുളക്. ഇത് ഈ സത്യം പറഞ്ഞാൽ ഇത്ര എരിവൊന്നും അതിൽ പിടിക്കുകയല്ല കേട്ടോ. അതൊരിച്ചിരി വാട്ടി വെച്ച് ഇതിനകത്തോട്ട് ഒരിച്ചിരി സോസ്, ഒരു ടീസ്പൂൺ കണക്കാണെങ്കിൽ ഒരു 4 ടീസ്പൂൺ കൂട്ടിക്കും. ഒരു സോയാ സോസ്, ഒന്നല്ല ഒരു 2 സോയാ സോസ് വെച്ചു. ഇതെന്നാന്നറിയോ, ഞാൻ അപ്പോഴപ്പോഴായിട്ട് മാറ്റുന്നത് എന്നാന്ന് വെച്ചാൽ ഈ കൈവാക്കാണേ. അന്നേരം നമ്മൾ നോക്കുമ്പോഴത്തേനും നമുക്കറിയാമല്ലോ ഇത് എന്നത്തിനാണ് കുറവെന്ന്.
ഇതൊരു 1.5 ടീസ്പൂൺ മതിയാവും, കാരണം നമ്മൾ പച്ചമുളക് ഇട്ടേക്കുക. ഈ സോസിനെല്ലാം പുളിയുണ്ട്, അതുകൊണ്ട് വിനാഗിരി ചേർക്കുമ്പോൾ ഒരു ഇച്ചിരി ചേർത്താൽ മതി. ഇതല്ല വിനാഗിരി ഇല്ലേൽ എന്നാ ചെയ്യണമെന്നറിയോ, ഇച്ചിരി തൈര് ചേർത്തേച്ചാലും മതി. തൈര് ചേർക്കുകയാണെങ്കിൽ ആ തൈര് നമ്മൾ എണ്ണയിലോട്ട് ഒഴിക്കുമ്പോൾ ഒരു പിരിവിരുവിരാന്നാവേ. അപ്പോൾ എന്നാ ചെയ്യണമെന്നറിയാവോ, അത് നല്ലോണം ആ എണ്ണയിൽ അങ്ങ് ആയി കഴിയുമ്പോഴത്തേക്ക്, ചേർന്ന് കഴിയുമ്പോൾ അതെല്ലാം മാറി നല്ലൊരു എന്താ പറയുക, നല്ലൊരു ടെക്സ്ചറായി വരും. അന്നേരം മാത്രം നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്നത് ചേർത്തേച്ചാൽ മതി. പിന്നെ ചിലരൊക്കെ ആണെങ്കിൽ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കളർ വല്ലതും ചേർക്കും. കളർ വേണ്ടിയവർക്ക് കളർ ചേർക്കാം, അതല്ല വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ മതിയേ. ഇനി ഈ വറുത്ത് വെച്ചേക്കുന്ന മുട്ട ഇതിനകത്തോട്ട്. ഇത്രയേ ഉള്ളൂ എഗ് 65 എന്ന് പറയുന്ന നമ്മുടെ ഡിഷ്. ഇനി ഇത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ എന്നാ ചെയ്യണമെന്നറിയാമോ, ഇച്ചിരി പപ്പടം കീറിയിട്ട് അത് വറുത്തിട്ട് ഇച്ചിരി ഉള്ളി ഒന്ന് വഴറ്റിയിടുക. അതിൻ്റെ മേളിൽ ഇച്ചിരി കറിവേപ്പിലയും കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ എഗ് 65 റെഡിയാണ്. ഇതേപോലെ തന്നെയാണ് ചിക്കൻ 65 ചെയ്യുന്നത്. ഇനി ഫിഷ് 65 ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതേ തന്നെ ചെയ്തേച്ചാൽ മതി. എല്ലാത്തിനും ഒന്നിനൊന്ന് നല്ല ടേസ്റ്റാണ്.